സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച കടൽമിഴി സർഗയാത്രയിൽ പങ്കെടുത്ത തീരദേശത്തെ 500ഓളം കലാകാരന്മാർക്കുള്ള പ്രതിഫലം വൈകുന്നു. ഫെബ്രുവരിയിലും മാർച്ചിലും നടത്തിയ കടൽമിഴിയിൽ പരിപാടികൾ അവതരിപ്പിച്ച കോഴിക്കോട്, കണ്ണൂർ ജില്ലക്കാർക്കുള്ള പ്രതിഫലമാണ് നൽകാത്തത്. കുടിശ്ശിക തുക ഉടൻ കൊടുത്തു തീർക്കുമെന്ന് സംഘാടകരായ ഭാരത് ഭവൻ വ്യക്തമാക്കി. അബ്ദുൽ ഖാദിർ ജീലാനി. നാസർ കാപ്പാടിനെ പോലെ നൂറുകണക്കിനു പേർ പങ്കെടുത്ത കടൽമിഴി സർഗയാത്ര സംഘടിപ്പിച്ചത് സാംസ്കാരിക വകുപ്പിന് കീഴിലെ ഭാരത് ഭവൻ. തീരദേശത്തെ കലാകാരന്മാരെ മുഖ്യധാരയിൽ എത്തിക്കുക എന്നതായിരുന്നു 7 ജില്ലകളിലായി സംഘടിപ്പിച്ച പരിപാടിയുടെ ലക്ഷ്യം. ഇതിൽ പങ്കെടുത്തവർക്കുള്ള പ്രതിഫലമാണ് ഭാഗികമായി മുടങ്ങിയത്. കോഴിക്കോട് ബേപ്പൂരിൽ ഫെബ്രുവരിയിൽ നടന്ന കടൽമിഴിയിൽ പങ്കെടുത്ത 375 പേർക്കുള്ള പ്രതിഫല തുക പൂർണ്ണമായി കുടിശ്ശികയാണ്. ഒരാൾക്ക് നൽകേണ്ടത് 3000 രൂപ. കണ്ണൂരിലെ 120ഓളം കലാകാരന്മാരുടെ പ്രതിഫലവും വൈകുകയാണ്. കഴിഞ്ഞ ഫെബ്രുവരി 28, 26, 27, 28 കോഴിക്കോട് ബേപ്പൂർ വെച്ച് പരിപാടി. അപ്പോൾ അവിടെ അന്ന് പരിപാടി അവതരിപ്പിച്ച ആളാണ് ഞാൻ മാത്രമല്ല, നൂറുകണക്കിന് കലാകാരന്മാർ അന്ന് അവിടെ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ പറഞ്ഞതുപോലെ വാഹനം പിടിച്ചിട്ടും ഇൻസ്ട്രുമെൻസൊക്കെ ആയിട്ട് വന്നവരാണ്. ഒരുപാട് പൈസ ചിലവൊക്കെ ഉണ്ട്. അപ്പോൾ അന്ന് ഓരോ ആളുകളുടെ പേരിൽ 3000 രൂപ അക്കൗണ്ടിൽ തരാമെന്നുള്ളതാണ് വ്യവസ്ഥ. ആ വ്യവസ്ഥ പ്രകാരമാണ് പരിപാടി അവതരിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്ന് വരെ ആ പൈസയെപ്പറ്റി ഒരു വിവരവും നമുക്ക് ലഭ്യമല്ല. സാംസ്കാരിക വകുപ്പിൽ നിന്ന് ഫണ്ട് ലഭിക്കാത്തതാണ് തുക കുടിശ്ശികയാകാൻ കാരണമെന്നാണ് വിവരം. കോഴിക്കോടും കണ്ണൂരും ഒഴികെയുള്ള ജില്ലകളിലെ കലാകാരന്മാരുടെ പ്രതിഫലം കൊടുത്തെന്നും ബാക്കി ഉടൻ കൊടുത്തു തീർക്കുമെന്നും ഭാരത് ഭവൻ വ്യക്തമാക്കി. കടൽമിഴിയിൽ അവതരിപ്പിച്ച കലാപ്രകടനങ്ങളുടെ പ്രതിഫലം കിട്ടാത്തതു മാത്രമല്ല, ഉപകരണങ്ങളുടെ വാടകയും യാത്രാ ചെലവും ഉൾപ്പെടെ ഇവർക്കുണ്ടായത് ഭീമമായ നഷ്ടമാണ്. അതുകൊണ്ടു കൂടിയാണ് വാഗ്ദാനം ചെയ്ത പ്രതിഫലം എത്രയും വേഗം തരണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നത്. ക്യാമറ പേഴ്സൺ ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം മുഹമ്മദ് ഷംസീർ, മീഡിയ 1, കോഴിക്കോട്.